വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് വിപസന മെഡിറ്റേഷൻ എന്ന് പറയും. സോ ദ വേർഡ് മീനിങ് ഓഫ് വിപസന മീൻസ് വിറ്റ്നസ്സിങ്. വിറ്റ്നസ്സിങ് എന്നാണ് വേർഡ് മീനിങ് ഓഫ് വിപസന എന്ന് പറയുന്നത്. അതായത് വിറ്റ്നസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷിയാകുക. അതായത് നമ്മുടെ ശരീരത്തിനും ബോഡിക്കും മൈൻഡിൻ്റെയും നമ്മുടെ ഇമോഷൻസിൻ്റെയൊക്കെ ഒരു സാക്ഷിയായി നിൽക്കുക എന്നതാണ് വിപസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബീയിങ് എ വിറ്റ്നസ് ടു വൺ സെൽഫ്, നമുക്ക് തന്നെ നമ്മളൊരു സാക്ഷിയായി നിൽക്കുക എന്നൊരു മീനിങ് ആണ് വിറ്റ്നസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മെഡിറ്റേഷൻസിൻ്റെയും എസെൻഷ്യൽ കോർ എന്ന് പറയുന്നത് വിറ്റ്നസ്സിങ് ആണ്. ഏത് ടെക്നിക്ക് എടുത്താലും നമുക്കതിൽ കാണാൻ പറ്റും വിറ്റ്നസ്സിങ് എന്നൊരു സംഭവം എല്ലാ മെഡിറ്റേഷൻ ടെക്നിക്കുകളിലും ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്. ചിലതിൽ അത് വിസിബിൾ ആയിരിക്കും. സോ വിപസനയുടെ കോർ എന്ന് പറയുന്നത് വിറ്റ്നസ്സിങ് ആണ്. അതുകൊണ്ട് വിപസന എന്ന് പറഞ്ഞൊരു എസെൻഷ്യൽ മോഡ് ഓഫ് മെഡിറ്റേഷൻ ആണ്. കാരണം അതിൻ്റെ ഒരു മെഡിറ്റേഷൻ്റെ എസെൻസ് നമുക്ക് ക്ലിയർലി ഇതിൽ വിസിബിൾ ആവും. സോ ഇനി എങ്ങനെയാണ് ഈ വിപസന മെഡിറ്റേഷൻ ചെയ്യേണ്ടത്? സോ വിപസന മെഡിറ്റേഷൻ നമുക്ക് 3 മെത്തേഡ്സിൽ ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ദ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അവയർനെസ് ഓഫ് അവർ ആക്ഷൻസ് ടു ദ ബോഡി, അവയർനെസ് ഓഫ് ദി ആക്ഷൻസ് ഓഫ് ദ ബോഡി, പിന്നെ മൈൻഡിൻ്റെ അവയർനെസ് കൊണ്ടുവരിക, പിന്നെ നമ്മുടെ ഇമോഷൻസിൻ്റെ അവയർനെസ് കൊണ്ടുവരിക. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട. ആദ്യത്തെ മെത്തേഡ് ഓഫ് വിപസനയെ നമ്മൾ ചെയ്യാമെന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ബോഡി ആക്ടിവിറ്റി ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ഹാൻഡ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നടക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈറ്റിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുക, അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നു, എന്ത് ബോഡി ആക്ടിവിറ്റി ചെയ്യുന്നു അതിലൊക്കെ നമ്മൾ ഒരു അവയർനെസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മുടെ ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ബോഡി ആക്ടിവിറ്റീസിൽ. പിന്നെ അതിന് ശേഷം എന്ന് പറയുന്നത് അവയർനെസ് ടു ദ മൈൻഡാണ് സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യം അവയർനെസ് ഓഫ് ദ ബോഡി, ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് അവയർനെസ് ഓഫ് ദ മൈൻഡ്. അതായത് മൈൻഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, തോട്ട്സ്, പലതരം തോട്ട്സ്, ഇമാജിനേഷൻസ്, തിങ്കിങ് പ്രോസസ്സ്, ഇതിലേക്കെല്ലാം നമ്മൾ അവയർനെസ് കൊണ്ടുവരും. അതായത് തോട്ട്സിനെ കണ്ടുകൊണ്ടിരിക്കുക, ജഡ്ജ് ചെയ്യാതിരിക്കുക. നമ്മൾ എല്ലാ വീഡിയോയിലും മിക്കപ്പോഴും പറയുന്ന കാര്യമാണിത്. തോട്ട്സ് വരുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യരുത്, ജസ്റ്റ് അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആസ് എ ഡിസ്റ്റൻറ്റ് വാച്ചർ ഓൺ എ ഫിലിം സ്ക്രീൻ. ഒരു ഫിലിം സ്ക്രീനിൽ ഇങ്ങനെ ഫിലിംസ് ഓടുന്ന പോലെ നമ്മുടെ തോട്ട്സിനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഡു നോട്ട് ഗീവ് എനി ജഡ്ജ്മെൻറ്റ്സ്. സോ ദാറ്റ്സ് അവയർനെസ് ഓഫ് ദ മൈൻഡ്. മൈൻഡിലേക്ക് നമ്മൾ അവയർനെസ് കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ അതിനെ ഒരു ഡിസ്റ്റൻറ്റ് സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളൊരു എന്താ പറയുക, മൈൻഡുമായുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് അതിലൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ആസ് യു ബിക്കം എ വാച്ചർ ഓഫ് യുവർ തോട്ട്സിനെ കണ്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം അവയർനെസ് ഓഫ് ദ ഹാർട്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സിനെയൊക്കെ കാണുക. അതായത് നമ്മുടെ സാഡ്നെസ് വരുന്നു, ഹാപ്പിനെസ് വരുന്നു, എക്സ്റ്റസി വരുന്നു, മിസറി വരുന്നു, അങ്ങനെ പലതരം മൂഡ്സ് നമുക്കുണ്ടാകുന്നു. സോ ഈ മൂഡ്സിനെയൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. നോർമലി നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പിനെസ് വരുമ്പോൾ ഹാപ്പിനെസ്സുമായിട്ട് ഐഡൻറ്റിഫൈഡ് ആവും, സാഡ്നെസ് വരുമ്പോൾ സാഡ്നെസ്സുമായിട്ട് ഐഡൻറ്റിഫൈ ആവും. നമ്മൾ വളരെ ഐഡൻറ്റിഫൈഡ് ആണ് നമ്മുടെ മൂഡ്സായിട്ട്. സോ മൂഡ്സിനെ വാച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത് ഇച്ചിരി സബ്റ്റിലാണ്. അതൊരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് മെഡിറ്റേഷൻ തന്നെയാണ് മൂഡ്സിനെ വാച്ച് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ തേർഡ് ഫോം ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് വിപസന മെഡിറ്റേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആദ്യം എന്ന് പറയുന്നത് നമ്മൾ അവയർനെസ് ഓഫ് ദി ബോഡിയാണ്. ബോഡി ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ അവയർനെസ് കൊണ്ടുവരിക, നമ്മൾ എല്ലാം ബോധത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. സോ അത് കുറച്ച് സിമ്പിളാണ്. ബോഡി ആക്ടിവിറ്റീസിൽ അവയർനെസ് കൊണ്ട് സിമ്പിളാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് മൈൻഡ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ബോഡിയേക്കാളും കുറച്ച് സബ്റ്റിലാണല്ലോ മൈൻഡ് എന്ന് പറയുന്നത്. സോ മൈൻഡിനേക്കാളും സബ്റ്റിലാണ് നമ്മൾ ഈ മൂഡ്സ് വാച്ച് ചെയ്യാന്ന് പറയുന്നത്. ഇച്ചിരി ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. പക്ഷേ ആദ്യത്തെ 2 എണ്ണം ചെയ്ത് കഴിയുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു മൂഡ്സ് വാച്ച് ചെയ്യാം. നമുക്ക് നമ്മുടെ സാഡ്നെസ്സും ഹാപ്പിനെസ്സിനെ നമുക്കിങ്ങനെ ഒരു വിറ്റ്നസ്സിങ് ആയിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ ഐഡൻറ്റിഫൈഡ് ആകുന്നില്ല. അതായത് ഒരു സർക്കംഫറൻസിൽ നമുക്കൊരു ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്കത് അഫക്റ്റഡ് ആകുന്നില്ല. നമ്മളൊരു വിറ്റ്നസ്സിങ് കോൺഷ്യസ്നെസ് ആയിട്ട് നമ്മൾ സാക്ഷിയാകുന്നു. നമ്മുടെ ഹാപ്പിനെസ്സിനെ, നമ്മുടെ സാഡ്നെസ്സിനെയൊക്കെ നമുക്കൊരു സാക്ഷിയായി നിന്നതിനെ കാണാൻ സാധിക്കും. അതിലൂടെ നമ്മൾ അതിൽ നിന്നുമുള്ള ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ബ്രേക്ക് ചെയ്യുന്നു. സോ അതാണ് നമ്മുടെ എല്ലാ മെഡിറ്റേഷൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത്, ബീയിങ് എ വിറ്റ്നസ്. സോ വിപസനയിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, ബീയിങ് എ വിറ്റ്നസ് ടു യുവർ ബോഡി, മൈൻഡ് ആൻഡ് ഹാർട്ട്. ഹാർട്ടിൽ വരുന്നതാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഫസ്റ്റ് പാർട്ട് ഓഫ് വിപസന മെഡിറ്റേഷനെ. ഒരു ഫോം ഓഫ് വിപസനയാണ്, ഫസ്റ്റ് ഫോം ഓഫ് വിപസനയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. സോ ഇനി കമ്മിങ് ടു ദ സെക്കൻഡ് ഫോം ഓഫ് വിപസന മെഡിറ്റേഷൻ. അതിൻ്റെ വേറൊരു ഫോം ഉണ്ട്. അതായത് ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ദ ബ്രീത്തിങ് ആൻഡ് ഇറ്റ്സ് അബൌട്ട് ബ്രിങ്ങിങ് അവയർനെസ് ടു ദ റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് അവർ ബെല്ലി. അതായത് നമ്മുടെ ഓരോ ബ്രെത്ത് എടുക്കുമ്പോഴും പുറത്തേക്ക് കളയുമ്പോഴും നമ്മുടെ ബെല്ലി ഇങ്ങനെ റൈസിങ് ആൻഡ് ഫാളിങ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ജസ്റ്റ് കണ്ണടച്ചിരുന്ന് ജസ്റ്റ് ഫീൽ ചെയ്യുക.
നമുക്കറിയാൻ പറ്റും നമ്മുടെ ബ്രെത്ത് പോകുമ്പോൾ വയറ് വീർക്കുന്നു, ബ്രെത്ത് വരുമ്പോൾ വയറ് വീർക്കുന്നു, ബ്രെത്ത് പുറത്തേക്ക് പോകുമ്പോൾ വയറ് ഇങ്ങനെ റിലീസാകുന്നു, ചൊങ്ങുന്നു. സോ ദാറ്റ്സ് ആ ഒരു റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് ദി ബെല്ലി നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ണടച്ചിരുന്ന് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ ഫീൽ ആവും. കണ്ണ് തുറന്നിരുന്ന് നമുക്കത് ജസ്റ്റ് റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് ദി ബെല്ലി ഫീൽ ചെയ്യാവുന്നതാണ്. So the second form of vipassana is concerned only with rising and falling of the belly. ആ ജസ്റ്റ് അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു പ്രോസസ്സിലേക്ക്. അതായത് നമ്മുടെ ഒരു വയറ് പൊങ്ങും ബെല്ലി റൈസിങ് ആൻഡ് ഫാളിങ്ങിനെ ജസ്റ്റ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. അതാണ് സെക്കൻഡ് ഫോം ഓഫ് വിപസന എന്ന് പറയുന്നത്. ഇച്ചിരി ഈസിയാണ്, ഈസി ടെക്നിക്കാണ്. റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് ബെല്ലി വാച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫോം ഓഫ് വിപസന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ബ്രെത്തുമായിട്ട് കണക്റ്റഡ് ആണ് ഇതും. അതായത് ഇറ്റ്സ് അബൌട്ട് വാച്ചിങ് ദി ബ്രെത്ത് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദി നോസ്ട്രിൽസ്. അതായത് ഇവിടെ വാച്ച് ചെയ്യുക. അതായത് നമുക്ക് ഇത് എല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കും. പൊതുവേ മെഡിറ്റേഷൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ളവർ, ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ തന്നെ പൊതുവേ ചെയ്യുന്നതാണ് വാച്ചിങ് ദി ബ്രെത്ത് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദി നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് കണ്ണടച്ചിരുന്ന് ബ്രെത്ത് ഗോയിങ് ഇൻ നമുക്കത് ഫീൽ ചെയ്യുന്നു, നോസ്ട്രിൽസിൻ്റെ ഉള്ളിൽ കൂടെ ബ്രെത്ത് പോകുന്നു, ആൻഡ് ബ്രെത്ത് ഗോയിങ് ഔട്ട് അത് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ഒരു നോസ്ട്രിൽസിലേക്ക് നമ്മൾ നമ്മുടെ അവയർനെസ്, നമ്മുടെ ബോധത്തെ കേന്ദ്രീകരിക്കുക. വാച്ചിങ് ദ ബ്രെത്ത് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ നോസ്ട്രിൽസ് ആണ് തേർഡ് ഫോം ഓഫ് വിപസന മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഈ 3 ഫോംസ് ഡിസ്കസ് ചെയ്തല്ലോ, അതിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏതാണ്, ഈസി ആയിട്ട് ഏതാണ് ഫീൽ ചെയ്യുന്നത്, ആ ഒരു ഫോം ഓഫ് വിപസന ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓരോരുത്തർക്കും അവർ സബ്ജക്റ്റീവ് ആയതുകൊണ്ട്, മെഡിറ്റേഷൻ സബ്ജക്റ്റീവ് ഫിനോമിനൻ ആയതുകൊണ്ട് ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു സെക്കൻഡ് ഫോം ഓഫ് വിപസനയാണ് എനിക്ക് എപ്പോഴും ഈസി ആയിട്ട് ഫീൽ ചെയ്യുക. അതായത് റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് ദ ബെല്ലി. അത് കുറച്ചുകൂടെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. എൻട്രൻസിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ടാണ് എൻട്രൻസിൽ ബ്രെത്ത് അവയർനെസ് കൊണ്ടുവരിക എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇതാണ് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഈ ബ്രെത്ത് അവയർനെസ് ഓഫ് റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് ബെല്ലിയാണ് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്തത്. ഞാൻ കണ്ണ് തുറന്നാണ് ഞാൻ പൊതുവേ ചെയ്യാറ്. കണ്ണടച്ച് ചെയ്യാറുണ്ട്, കണ്ണ് തുറന്ന് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേട്ടോ. കണ്ണ് അടയ്ക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കണ്ണ് തുറന്ന് ചെയ്യുന്നതാണ് ഈസി ആയിട്ട് ഫീൽ ചെയ്യുക എന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്ന് ഈ ബ്രെത്ത് മെഡിറ്റേഷൻസ്, ഈ വിപസനയുടെ 3 ഫോം നിങ്ങൾക്ക് കണ്ണ് തുറന്ന് വേണം ചെയ്യാം. കണ്ണടച്ചാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെയ്ത് നോക്കുന്നതിലൂടെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഏതാണ് നമുക്ക് ഈസി എന്നത്. സോ ഇനിഷ്യൽ സ്റ്റേജസിൽ എനിക്ക് തോന്നുന്നു കണ്ണ് തുറന്നിരുന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളെപ്പോഴും കണ്ണ് തുറന്നാണല്ലോ നമ്മുടെ ഒരു ഔട്ട്വേർഡ് ആയിട്ടാണ് നമ്മൾ എന്താ പറയുന്ന ഒരു എക്സ്ട്രോവേർട്ട് ലെവൽ എന്ന രീതിയിലാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് നോർമലി. സോ കണ്ണ് തുറന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഇനിഷ്യൽ സ്റ്റേജസിൽ എളുപ്പമെന്ന് പറയുന്നത്. സോ പിന്നെ മെഡിറ്റേഷൻ കുറച്ച് അഡ്വാൻസ് സ്റ്റേജിലോട്ടൊക്കെ പോകുമ്പോൾ കൂടുതൽ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിവിറ്റിയിലേക്ക് തന്നെ നമുക്ക് അറിയാനുള്ള ആ ഒരു തീവ്രത വരുമ്പം എന്താ സ്റ്റേജിൽ നമുക്ക് തന്നെ തനിയെ തോന്നും കണ്ണടച്ചിരുന്ന് ചെയ്യണം, എനിക്ക് എന്നെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി എന്നൊരു ഫീൽ വരുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ണടച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. സോ അത് നിങ്ങൾക്ക് ആ ഒരു നാച്ചുറൽ വൈബ് അല്ലെ നാച്ചുറൽ റിതം അനുസരിച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ വിപസനയുടെ 3 ഫോം ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ചിലവരെ സംബന്ധിച്ചോളം ആദ്യത്തെ ഫോമും രണ്ടാമത്തെ ഫോമും ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. അതായത് അവയർനെസ് ഓഫ് ദ ബോഡി, മൈൻഡ്, ഹാർട്ട്, അതിലേക്ക് അവയർനെസ് കൊണ്ടുവരിക, അതിനോടൊപ്പം തന്നെ ബ്രെത്ത് അവയർനെസ്സും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അത് രണ്ടും ചെയ്യണം എന്ന് തോന്നുന്നവർ കാണുമായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് 2 ഫോമും ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ 2ഉം കൂടെ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ നിങ്ങളുടെ മെഡിറ്റേഷൻ ഇൻറ്റൻസ് ആവും. അതായത് അവയർനെസ് ഓഫ് ദ ആക്ഷൻസ് ഓഫ് ദ ബോഡി ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മൾ ബ്രെത്ത് അവയർനെസ്സും കൊണ്ടുവരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മൾ ഇമോഷൻസിനെയും മൈൻഡിനെയൊക്കെ വാച്ച് ചെയ്യുന്നു. അങ്ങനെ ഒരു വിപസനയുടെ ആ ഒരു ടോട്ടാലിറ്റിയിൽ വേണമെങ്കിൽ നമുക്ക് വിപസന ചെയ്യാം. എല്ലാത്തിനെയും വാച്ച് ചെയ്തുകൊണ്ട്, എല്ലാത്തിനെയും വിറ്റ്നസ് ചെയ്തുകൊണ്ട് നമുക്ക് വിപസന ചെയ്യാം. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് ഇൻറ്റൻസും ആയിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ടും ആയിരിക്കും. 3 എല്ലാം കൂടെ ചെയ്യാന്ന് പറയുന്നത്, 3 ഫോമും കൂടെ ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നത് അപ്പോൾ അതിന് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ 3 ഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 2 ഫോം ചെയ്യാം. അവയർനെസ് ഓഫ് ദ ആക്ഷൻസും അല്ലെങ്കിൽ ബ്രെത്ത് അവയർനെസ് അറ്റ് ദ എൻട്രൻസ് അല്ലെങ്കിൽ റൈസിങ് ആൻഡ് ദ ഫാളിങ് ഓഫ് ദ ബെല്ലി. ഏതെങ്കിലും ഒരു ബ്രെത്ത് അവയർനെസ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് ദ ബെല്ലി അല്ലെങ്കിൽ ബ്രെത്ത് അവയർനെസ് അറ്റ് ദ എൻട്രൻസ്, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. അങ്ങനെ 2 എണ്ണമായിട്ട് ചെയ്യാം. അപ്പം അല്ലെങ്കിൽ 3 എണ്ണമായിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്നത്. 3 എണ്ണം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴായിരിക്കും, 3 ഫോം ഓഫ് വിപസനയും ഒരുമിച്ച് ചെയ്യുമ്പോഴായിരിക്കും റിസൾട്ട് പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്നത്. സോ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുമ്പോഴാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് അതുപോലെ ചെയ്യാം. എപ്പോഴും ഈസി ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യണം എന്നാണ്, ഈസി മെത്തേഡ് ഇസ് എ റൈറ്റ് മെത്തേഡ് എന്നാണ് ഓഷോയൊക്കെ പൊതുവെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. വാട്ട് മാറ്റേഴ്സ് ഇസ് ഈസി. സോ മോർ ദാൻ ഡിഫിക്കൽട്ടി വാട്ട് മാറ്റേഴ്സ് ഇസ് ഈസി. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള ഒരു വിപസന നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. വിപസനയുടെ ആ ഒരു ഫോം നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്.
പിന്നെ വിപസന മെഡിറ്റേഷനെ പറ്റി കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ അത് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡായിട്ടാണ് നമ്മൾ പറയാറ്. അതായത് ഇറ്റ്സ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള മെഡിറ്റേഷനാണ്. ഇത് ആരാ കണ്ടുപിടിച്ചതെന്ന് പോലും നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടാ, അത്രത്തോളം ഓൾഡാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മെഡിറ്റേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഡിറ്റേഷനും ഇതാണെന്നാണ് പറയുന്നത്. വിപസന മെഡിറ്റേഷനാണ് ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിച്ചത്. കാരണം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്, വളരെ ഈസി മെഡിറ്റേഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ലക്ഷ്യത്തിലേക്കാണല്ലോ നമ്മൾ മെഡിറ്റേഷനിൽ അൾട്ടിമേറ്റ്ലി കൊണ്ടുവരുന്നത്. സോ എൻലൈറ്റ്മെൻ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറ്റൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു വിപസന മെഡിറ്റേഷനിലൂടെ ആണ് കൂടുതലും പേര് അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു മെഡിറ്റേഷൻ. സോ ഇറ്റ്സ് എ വെരി ഏൻഷ്യൻ്റ് മെഡിറ്റേഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ ആപ്ലിക്കബിൾ ടു ദ പ്രസൻറ്റ് ജനറേഷനിലേക്കും ഉള്ള ആൾക്കാർക്കും ആപ്ലിക്കബിൾ ആണ്. പിന്നെ നിങ്ങൾ ഒരുപാട് സൈക്കോളജിക്കൽ റിപ്രഷൻസ് ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആദ്യമേ കഥാർട്ടിക് മെഡിറ്റേഷൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ടായിരിക്കും ഒരു വിപസന മെഡിറ്റേഷൻ ട്രൈ ചെയ്യുന്നത് നല്ലതെന്ന് പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ റിപ്രഷൻസ് ഉദ്ദേശിക്കുന്ന ഒരുപാട് ആങ്കർ അല്ലെങ്കിൽ സെക്സ്വൽ റിപ്രഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് റിപ്രഷൻസ് ഉള്ളിലുണ്ടെന്ന് ഫീൽ ചെയ്യും, മൈൻഡിൽ ഒരുപാട് റിപ്രഷൻസ് ഉണ്ടെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു വിപസന പോലെ ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ആദ്യം ഒന്ന് റിപ്രഷൻസ് കളഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനായിട്ട് നമുക്ക് ഓഷോയുടെ മെഡിറ്റേഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഓഷോ ഒരുപാട് കഥാർട്ടിക് ടെക്നിക്സ് ഒക്കെയാണ് പുള്ളിയുടെ ബേസിക് മെഡിറ്റേഷൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഓഷോ മെഡിറ്റേഷൻസ് ഒക്കെ കുറച്ച് നാൾ ട്രൈ ചെയ്തിട്ട് ആ ഒരു റിപ്രഷൻസ് ഒക്കെ കളഞ്ഞിട്ട് വിപസന പോലെ ഒരു സിമ്പിൾ ഫോം ഓഫ് മെഡിറ്റേഷൻ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാം. ഓഷോ കഥാർട്ടിക് മെഡിറ്റേഷനും ട്രൈ ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഒരു വിപസനയും ട്രൈ ചെയ്യുക, ഒരുമിച്ച് വേണേൽ ട്രൈ ചെയ്യാം. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ. ഇപ്പം നിങ്ങൾക്ക് സൈക്കോളജിക്കൽ റിപ്രഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആളാണെങ്കിൽ നിങ്ങൾക്ക് വിപസനയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡെപ്തിലേക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിപസനയൊക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും, കാരണം അത് കുറച്ച് ഈസി മെഡിറ്റേഷനാണ്. സോ ഒരു മോഡേൺ മാനെ സംബന്ധിച്ചോളം പൊതുവേ നമുക്കത് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നാമെന്നറിയാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. ചിലവർക്കത് ഈ വിപസന ഈസി ആയിട്ട് തോന്നും, ചിലവർക്ക് വിപസന ഡിഫിക്കൽട്ടായിട്ട് തോന്നും. സോ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ഒരു ടൈപ്പ് എങ്ങനെയാണ്. സോ ഇഫ് യു പ്രിഫർ കഥാർട്ടിക് മെഡിറ്റേഷൻസ് അതിനുമായിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിപസനയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ റിഗാർഡിങ് വിപസന മെഡിറ്റേഷൻ. നിങ്ങൾക്ക് കൂടുതൽ ഗൈഡഡ് മെഡിറ്റേഷൻ സെഷൻസ് ഒക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ബിയോണ്ട് മൈൻഡ് മെഡിറ്റേഷൻ സെൻ്റർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് മെഡിറ്റേഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.